അപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടിരിക്കുമല്ലോ. നമ്മുടെ വണ്ടി കുറേ നാളായി ഇരിക്കണത്. അപ്പം ഇന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ട് റെഡിയാക്കാം എന്നൊക്കെ ഓർത്ത് അങ്ങനെല്ലാം സെറ്റായി. വണ്ടി സ്റ്റാർട്ടാവുമെന്ന് നോക്കാം. കുറേ നാളായി ഇങ്ങനെ ഇരിക്കണത്. അപ്പം സ്റ്റാർട്ടാവുമെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. സ്റ്റാർട്ടാവുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് വണ്ടി. അപ്പം വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം കുറച്ച് നേരം ഇങ്ങനെ തന്നെ കിടക്കട്ടെ. കുറച്ച് ദിവസം അതിൽ ഓണാക്കിയിട്ട് അപ്പം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് പയ്യെ ഷോറൂമിലേക്ക് കൊണ്ടുപോകാൻ വണ്ടി. അപ്പം നമ്മുടെ എവലൂസ് ഉറക്കമൊക്കെ കഴിഞ്ഞത് ഇപ്പം എണീറ്റ് വന്നിട്ടുണ്ട്. എന്തുവാ എന്തോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് വന്നേ. എന്തുവാ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയോന്നോ? വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ പോവാ. ഗിയർ ലിവർ ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഇപ്പോഴും 3ാമത്തെ ഗിയറിലാണ് കിടക്കണം. കണ്ടോ, ഗിയർ ലിവർ പോയതുകൊണ്ട് 3ാമത്തെ ഗിയറിലാണ് പയ്യെ കൊണ്ടുപോകണം. അപ്പം വണ്ടി ഹലോ ഹലോ ടാറ്റ കൊടുത്തേ. ടാറ്റ. വണ്ടിയൊക്കെ ഇറക്കി വണ്ടി പയ്യെ പുറത്തേക്ക് എടുത്തത് കുഴപ്പമൊന്നുമില്ല. 3ാമത്തെ ഗിയറിലിട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും വലിയ കുഴപ്പമില്ല. പയ്യെ ഇപ്പം ഷോറൂമിലെത്തിക്കണം. നമ്മുടെ ഇവിടെ അടുത്തുള്ളത് ഷോറൂം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ഷോറൂം മാത്രമേ ഉള്ളൂ. നല്ല സർവീസാണ്. അവിടെ കൊണ്ടുപോയി കൊടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് കാണാം. ഇത് രാവിലെ ഒരാൾ എഴുന്നേറ്റ് വന്നപാടെ ബബിൾസും വെച്ച് കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പമ്പി കയറി പെട്രോളൊക്കെ അടിച്ച് പയ്യെ പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്ത കാരണം കാലിയെ വിട്ട് വെക്കാനും പറ്റത്തില്ല. പോകുന്ന വഴിക്ക് കണ്ട കുറച്ച് അടിപൊളി സ്ഥലമാണ് കേട്ടോ. KTM സർവീസ് സെൻ്ററിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കൊട്ടാരക്കരയിൽ. അപ്പം വണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് എന്തൊക്കെയാണ് വർക്കെന്ന് നോക്കിയിട്ട് പറയാം. KTM ഷോറൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ബജാജിൻ്റെ ഷോറൂമും ഉണ്ട് കേട്ടോ. സർവീസ് സെൻ്ററും ഉണ്ട് കൊട്ടാരക്കരയിൽ. അങ്ങനെ വണ്ടിയൊക്കെ കൊടുത്ത് വണ്ടിയുടെ പാർട്സ് വരാനായിട്ട് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ. അപ്പം വണ്ടിയുടെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചൊവ്വാഴ്ചത്തേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ചതേ പോവുകയാണ്. ഇനിയിപ്പം വണ്ടി എടുക്കാനായിട്ട് ചൊവ്വാഴ്ച തിങ്കളാഴ്ച വരണം. അങ്ങനത്തെ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് പാർട്സും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ച വണ്ടി കിട്ടത്തുള്ളൂ ഇപ്പം ഇനി.